അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന സോയാബീൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരിച്ചിരി കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി എന്തും ചെയ്യാം. കറുവേപ്പിലയിലോട്ട് വേറെ എന്താ പറയുക, ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. പിന്നെ കുഞ്ഞുള്ളി ഞാനിതിൽ ഉപയോഗിക്കാറില്ല. എൻ്റെ സ്റ്റൈലാണിത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാനിതിൽ പൊതുവേ ഇച്ചിരി സവോള മാത്രമാണ്, സ്ലൈസ് ചെയ്ത സവോളയാണ് ഞാനിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഞാനെന്താ സ്ലൈസ് ചെയ്ത സവോള കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള എന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഈ സവോള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് വെച്ച് നേരം വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ സോയ ഉണ്ടല്ലോ, സോയാബീൻ, ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിച്ചാണ് എടുക്കുന്നത്. കാരണം എനിക്ക് ഇതിന് അടപ്പ് ഉരുകി പോയതാണ് കേട്ടോ. എനിക്ക് ചെറിയ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. വലിയ സ്റ്റാൻഡിൽ വലിയ ക്യാമറ വീഡിയോ സ്റ്റാൻഡേ എനിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന്, ഞാനിവിടെ സോയാബീൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, സോയ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ സോയ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുക്കണം, പിന്നെ കുറച്ച് കറിവേപ്പില, ഇച്ചിരി പെരുംജീരകം, ഒരു 4-5 കുരുമുളക്, ഇത്രയും നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, കഴുകിയ കറിവേപ്പില, പിന്നെ ഒരു ആവശ്യത്തിനുള്ള തേങ്ങ. നമ്മളങ്ങനെ ഒത്തിരി തേങ്ങയൊന്നും ഇടാറില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ സോയ ഒന്ന് മൂടി വയ്ക്കാം. ഇതിവിടെ മൂടിയിരിക്കട്ടെ. ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ തേങ്ങ ഇട്ടു. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 10ഓളം കുരുമുളകും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇടേണ്ടത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതാ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് സവോള നമുക്കിത് സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം സവോള വരണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ഇച്ചിരി സവോള നല്ല മൊരിഞ്ഞ് വരണേ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഇത്രയും സവോള വഴറ്റണ്ടെങ്കിൽ വേണ്ട കേട്ടോ. എനിക്ക് ഇത്രയും വഴറ്റണം, എങ്കിലേ അതിനൊരു ഒരു ചെറിയൊരു മധുരച്ചെരുചി വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിലോട്ട് ഒരു ചെറിയ ടീസ്പൂൺ നമ്മൾ എന്തിട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇതിൻ്റെ കൂടെ ഇച്ചിരിയും കൂടി മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിന് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മാത്രം ചിക്കൻ മസാല, അത് കൂടരുത് കേട്ടോ, കൊള്ളത്തില്ല. പിന്നെ ചിക്കൻ മസാല നമുക്കൊന്ന് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്താ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ക്യാമറ പിടിക്കാൻ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഭയങ്കര എരിവ് ഇതിന് വേണ്ട, മീഡിയം എരിവിൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് രുചി. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് നിൽക്കണം, മനസ്സിലായോ? നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മൊരിച്ച് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ മൊരിയുമ്പോഴാണ് നമുക്കിതിനൊരു തീരെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സവോള ഞാൻ ആദ്യമേ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നത്, മനസ്സിലായോ? ഇത് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കിവിടെ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാതെ, തേങ്ങയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നല്ലോണം വഴറ്റാം. സോറി കേട്ടോ ചട്ടിയുടെ സൗണ്ട് കേൾക്കണേന്, കാരണമേ എനിക്ക് പിടിക്കാൻ വഴിയില്ല. കറണ്ട് പോയി ഗൈസ്, പിടിക്കാൻ വഴിയില്ല. എൻ്റെ ക്യാമറ ഒരു കൈ കൊണ്ട് പിടിക്കുന്നുണ്ടേ, പിടിക്കാൻ വഴിയില്ല. അപ്പോൾ അതാ ഈ ഒരു നിറത്തിൽ നല്ല അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ
നമുക്കിതാ ഇവിടെ അടച്ച് വെച്ചിരിക്കുന്ന ഈ സോയ ഉണ്ടല്ലോ, ഈ സോയ എടുത്ത് നമുക്കിതിലോട്ട് അങ്ങ് കൊട്ടി കൊടുക്കാം. ഇങ്ങനെ ആദ്യം കുറേശ്ശെ കൈ കൊണ്ടിടട്ടെ, കുറേ ഉള്ളതുകൊണ്ടേ താഴെ പോയാൽ ബുദ്ധിമുട്ടാണ്. ഒന്നാമതൊരു കയ്യാണ്, ഞാൻ വാരത്തിന് കുറേ ഇടാം. ഇത് ഞാൻ വെന്തിട്ട് ഊറ്റിയിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ഈ സോയ വെള്ളം പിഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഞാനിത് ഒന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിക്കോട്ടെ, എൻ്റെ കൈ ബുദ്ധിമുട്ടാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കിതിലോട്ടൊരു ഹാഫ് ലെമൺ ഒന്ന് കറക്കി സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലെമണിൻ്റെ കുരു വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് കഴിക്കും. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സവോളയൊക്കെ ചേർക്കാം. ഞങ്ങൾ കുറച്ച് സവോളയെ ചേർക്കത്തുള്ളൂ, ഞങ്ങൾക്ക് ആ സോയയുടെ ടേസ്റ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സവോള ചേർക്കും, പക്ഷെ നല്ല മൊരിച്ച് ചേർക്കുന്നതാണ്. കണ്ട ഇത്രയും നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഈ സംഭവം നമുക്ക് കിട്ടുന്നത്. കണ്ട ഒരു ഈർപ്പമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഈ സംഭവം കിട്ടും. ശരിക്കും ഇത് ചപ്പാത്തിക്കാണെങ്കിലും ഡ്രൈ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ്, ചോറിന് നല്ലതാണ്, ബിരിയാണിക്ക് നല്ലതാണ്. ഈ സംഭവം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു സോയ. അപ്പം ഞാനിത് ഉപ്പിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂടി വെച്ച് 1 മിനിറ്റ് വേവിക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സോയ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. വാ, പൊളി എന്ന് വെച്ചാൽ പൊളിയാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ശരിക്കും നല്ല രുചിയാണേ, നല്ല രുചിയാണെന്ന് വെച്ചാൽ നല്ല രുചിയാണ്. നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്, എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം വിശപ്പും വിരുന്നും.